Hello guys, Videobot സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെസ് ബോർഡാണ്. ചെസ് ബോർഡ് മാത്രമല്ല അതിൻ്റെ കോയിൻസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 20 സെൻറ്റിമീറ്റർ നീളം 10 സെൻറ്റിമീറ്റർ വീതിയുള്ളൊരു കാർഡ്ബോർഡാണ്. ഇതിൽ നമുക്ക് 8 കോളങ്ങൾ വരക്കണം, വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ട് വരക്കണം. അപ്പോൾ കാരണം നമ്മുടെ ചെസ് ബോർഡിന് 64 സ്ക്വയർസാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോ സ്ക്വയർ വരക്കുമ്പോഴും അളവ് തെറ്റാതെ നോക്കണം. ഞാനിപ്പോൾ വൈറ്റും ബ്ലാക്കും മാർക്ക് ചെയ്യുന്നുണ്ട്. പെയിൻറ്റ് ചെയ്യുമ്പോൾ തെറ്റാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്ലാക്ക് മാർക്ക് ചെയ്തിടത്തൊക്കെ ബ്ലാക്ക് കൊടുക്കുക. അത് ലൈൻ്റെ അപ്പുറത്തേക്ക് പെയിൻറ്റ് പോയാലും പ്രശ്നമില്ല. അതിന് ചെറിയൊരു സൂത്രപ്പണിയുണ്ട്. നമ്മളൊരു സ്ക്വയറിൻ്റെ അളവ് എടുത്തിട്ട് അങ്ങനത്തെ 32 പീസുകൾ മുറിച്ച് വെക്കുക. എന്നിട്ട് ഈ 32 പീസുകളൊക്കെ നമ്മൾ വൈറ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് വൈറ്റും ബ്ലാക്കും തമ്മിലുള്ള കളർ പ്രൊപ്പോർഷൻ ശരിയായി കിട്ടും. അപ്പോൾ ഗൈസ് ഇനി നമ്മളടുത്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ കോയിൻസിനൊക്കെ വരക്കാമെന്നുള്ളതാണ്. ഞാൻ വരച്ചത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും വെട്ടിയെടുത്തപ്പോൾ സിമ്പിളായിട്ടാണ് വെട്ടിയെടുത്തത്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട, സിമ്പിളായിട്ട് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ ഗൈസ് ഇതാ കണ്ടില്ലേ, ഞാൻ വരച്ചതും വെട്ടിയെടുത്തതും തമ്മിൽ യാതൊരു ബന്ധമില്ല. നിങ്ങൾ വെട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒക്കെ ഒരേ സൈസ് ആവണമെന്ന് നോക്കണം. ബ്ലാക്കിനും വൈറ്റിനും ഒക്കെ ഒരേ സൈസ് ആവണം, നീളവും വീതിയും ഒക്കെ സെയിം ആയിരിക്കണം. അത്രയും പെർഫെക്റ്റായി എടുക്കാൻ നോക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ അതേ ബ്ലാക്ക് കോപ്പി നമ്മൾ വെട്ടിയെടുക്കണം. ഇനി നമ്മൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഈ ചെസ് ബോർഡിന് ഒരു ബോർഡർ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ ഈ ABCD അങ്ങനെ പിന്നെ 1 2 3 എന്നൊക്കെ എഴുതിയെടുക്കാനൊരു ബോർഡർ വേണം. അതാണ് നമ്മൾ അടുത്ത പണി. ഈ ബോർഡറിൻ്റെ അതേപോലെ തന്നെ നമ്മളൊരു സെയിം സൈസിൽ വേറൊരു പീസ് കൂടി ഉണ്ടാക്കണം. നമ്മളിതൊരു ബോക്സ് ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. നമ്മളുടെ ചെസ്സിൻ്റെ കോയിൻസ് സ്റ്റോർ ചെയ്യാനും നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു ബോക്സ് ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിത് 2 പീസസ് എടുത്തിട്ടുണ്ട്. അതിലൊരു പീസ് നമ്മൾ മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ ചെസ് ബോർഡ് ഇതിൻ്റെ നടുക്കലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബോർഡർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4 പീസസ് എടുക്കുക. നീളം കൂടുതലും, അതായത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മൾ 4 വെട്ടിയെടുക്കുക. അതിലൊരു പീസ് നമ്മൾ എടുക്കുക. ഇനി നമ്മൾ ഈ പീസ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഈ ചെസ്സിൻ്റെ കോയിൻസൊക്കെ എടുത്ത് വെക്കാനൊരു ഡ്രോയർ ഉണ്ടാക്കുന്നുണ്ട്. അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ചെസ് ബോർഡിൻ്റെ ഈ ഫ്രെയിമിൻ്റെ ഒപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത മറ്റേ പീസിൻ്റെ സൈഡിൽ ഈ 3-4 പീസസ് നമ്മൾ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചെസ് ബോർഡും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഒരു ബോക്സ് ഷേപ്പിൽ നമ്മൾ കിട്ടും. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രോയർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെസ്സിൻ്റെ കോയിൻസ് വെക്കാനായിട്ട് ഒരു ഡ്രോയർ. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഡ്രോയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരറ്റത്ത് നമ്മൾ കുറച്ച് നീളമുള്ളൊരു പീസ് ഒട്ടിക്കണം. ഇത് വലിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ കുറച്ച് നീളമുള്ള ഒരു ഭാഗം നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. മറ്റേ ഭാഗത്ത് അത്ര നീളമില്ല, കറക്റ്റ് സൈസിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളൊരു ചെറിയ പീസ് കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതിൻ്റെ നടുവിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ബ്ലാക്ക് കോയിൻസും വൈറ്റ് കോയിൻസും സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഡ്രോയർ നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. ഇത് വലിക്കാൻ പാകത്തിന് നമ്മളൊരു നോബ് അല്ലെങ്കിൽ ഒരു ഹാൻഡിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അത് ഫിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, നല്ല സ്ട്രോങ് ഗം ഇതിൽ വെക്കുക, ഇല്ലെങ്കിൽ നമ്മൾ വലിക്കുമ്പോൾ നോബ് മാത്രം. അപ്പോൾ ഗൈസ് ഞാൻ ഈ ചെസ്സിൻ്റെ ബോർഡറൊക്കെ ഒന്ന് ബ്ലാക്കായിട്ട് പെയിൻറ്റ് കൊടുത്തിട്ട് ഞാൻ Aയും Bയും ഇതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഡ്രോയർ അടിപൊളിയായി വർക്കാവുന്നുണ്ട്. ബ്ലാക്കും വൈറ്റും പീസസ് നമ്മളും അടിപൊളിയായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗെയിം ചെസ്സ് കളിച്ച് നോക്കിയാലോ.
അപ്പോൾ ഗൈസ് നമ്മൾ ചെസ് ബോർഡ് അടിപൊളിയായി വർക്കാവുന്നുണ്ട്. അതിൽ പീസസ് ഒന്നും പറന്നു പോകണില്ല. അപ്പോൾ വേറെ ആരും കളിക്കാതില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് കളിക്കണത്. ബ്ലാക്കിന് ഫുള്ള് പൊട്ടത്തരം കാണിച്ചു തരികയാണ് ഈ കളി വേഗം ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ചെക്ക്മേറ്റായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.